ഞാൻ എനിക്ക് തോന്നുന്നത് ഒരു 5ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോഴാണ് മലയ്ക്ക് പോയി തുടങ്ങിയത്. എൻ്റെ മുത്തച്ഛനാണ് എന്നെ ആദ്യമായിട്ട് കൊണ്ടുപോയത്. എൻ്റെ തറവാട് വീടായ പറവൂരിൽ, തറവാടിരിക്കുന്ന സ്ഥലമായ പറവൂർ ഞങ്ങളുടെ അടുത്തുള്ള പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ വെച്ചാണ് ഞാൻ കെട്ട് നിറച്ചതും മുത്തച്ഛൻ്റെ ഒപ്പം പോയതെല്ലാം. അപ്പോൾ അതുവരെ ഇങ്ങനെ പാട്ടുകൾ കേട്ടിട്ടുള്ള ഒരു അറിവും പാട്ടുകളിലൂടെയുള്ള അറിവ് മാത്രമേ എനിക്കുണ്ടായിരുന്നു. പലരും പറഞ്ഞിട്ടുള്ള അറിവ് മാത്രമേ ഉണ്ടായിരുന്നു. ഇപ്പോൾ നേരിട്ട് ശബരിമല പോയപ്പോൾ ഒരു പ്രത്യേക അനുഭൂതിയായിരുന്നു. സത്യത്തിൽ ഒരു അത്ഭുതകരമായ കാഴ്ചകളായിരുന്നു എല്ലാം എനിക്ക് അന്നത്തെ ആ പ്രായത്തിൽ പോയപ്പോൾ. പിന്നെ നമ്മൾ പൊതുവെ ഉണ്ടാകുന്ന ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, നമ്മൾ മല കയറുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. നമ്മൾ അയ്യോ എങ്ങനെ കയറി പറ്റാൻ, അത് ഇത്രയും കയറ്റം എങ്ങനെ കയറും, വല്ലാതെ ടയേർഡാവുന്നു എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ എല്ലാം കഴിഞ്ഞ് നമ്മൾ സന്നിധാനത്തിൽ എത്തിക്കഴിഞ്ഞ് തൊഴുത് തിരിച്ചിറങ്ങാൻ നേരത്ത് നമുക്ക് തോന്നും അവിടെ നിന്ന് നമുക്ക് വരാൻ ഒരു ബുദ്ധിമുട്ട് തോന്നും, തിരിച്ച് വരാനൊരു ബുദ്ധിമുട്ട് തോന്നും, ഒരു സങ്കടം മനസ്സിൽ തോന്നും. അത് എല്ലാ തവണ മലയ്ക്ക് പോകുമ്പോഴും എനിക്ക് ഉണ്ടാവാറുണ്ട്. പിന്നെ ഞാൻ എപ്പോൾ മലയ്ക്ക് പോയാലും അവിടെ എന്നെ ഒരു കൂട്ടുകാരൻ എന്നെ സ്വീകരിക്കുന്ന പോലെ, എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ സ്വീകരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നാറ്. ഞാൻ ശബരിമലയ്ക്ക് ചെല്ലുമ്പോൾ സന്നിധാനത്തിലെത്തി കഴിയുമ്പോൾ എല്ലാം അയ്യപ്പൻ എന്നെ കൊണ്ടുപോകുന്ന പോലെ, തൊഴുവിക്കുന്ന പോലെയൊക്കെയാണ് എനിക്ക് തോന്നാറുള്ളത്. പ്രസാദം അവിടുന്ന് കിട്ടുന്ന പ്രസാദമായാലും ശരി, അതെല്ലാം ഒരു എന്നെ ആനയിച്ച് കൊണ്ടുപോയി എല്ലാം എനിക്ക് തരുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. മറ്റുള്ള നമ്മുടെ ആരാധനാ രൂപങ്ങളിൽ നിന്നും അയ്യപ്പൻ തികച്ചും വ്യത്യസ്തനാണ്. അത് മതമൈത്രിയുടെ ഒരു പ്രതീകമാണ് നമ്മുടെ അയ്യപ്പൻ. ജാതി മത ഭേദമന്യേ എല്ലാവർക്കും പോയി തൊഴാവുന്ന ക്ഷേത്രമാണ്. അയ്യപ്പൻ്റെ കൂട്ടുകാരായിരുന്നു വാവരസ്വാമിയും തൊമ്മൻകുട്ടി എന്ന് പറഞ്ഞിട്ടൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ മുസ്ലിം വിഭാഗത്തിൽ നിന്നും ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നും ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അയ്യപ്പന്. അപ്പോൾ ദാസേട്ടൻ പാട്ടിലൊരു പാട്ടിൽ 3 പേരുടെയും പേര് 2 പേരുടെയും പേര് പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ ആർക്കും കയറി ചെല്ലാവുന്ന ഒരു ദൈവസന്നിധിയാണ് അയ്യപ്പൻ. ഇപ്പോൾ എനിക്ക് ദാസേട്ടൻ പാടിയൊരു പാട്ട് അതെൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരികയാണ്. ആ ദിവ്യനാമം അയ്യപ്പ ഞങ്ങൾക്കാനന്ദദായകനാമം, ആ ദിവ്യനാമം അയ്യപ്പ ഞങ്ങൾക്കാനന്ദദായകനാമം, ആ മണിരൂപം അയ്യപ്പ ഞങ്ങൾക്കാപാദചൂടമധുരം, അയ്യനയ്യപ്പ സ്വാമിയേ നീയല്ലാതില്ലൊരു ശരണം, അയ്യനയ്യപ്പ സ്വാമിയേ നീയല്ലാതില്ലൊരു ശരണം. ആകാശം പാടി നിറയ്ക്ക് അയ്യപ്പൻ്റെ പൂപ്പാട്ട്, മാളോരെ പാടിയുറക്കും മണികണ്ഠത്താരാട്ട്, ആകാശം പാടി നിറയ്ക്ക് അയ്യപ്പൻ്റെ പൂപ്പാട്ട്, മാളോരെ പാടിയുറക്കും മണികണ്ഠത്താരാട്ട്. പമ്പയിൽ തുയിലുണർത്ത് പന്തളത്തെ പാൽപ്പാട്ട്, പാണ്ടി മലയാളമെങ്ങും പാലിക്കും തേൻപാട്ട്, ആകാശം പാടി നിറയ്ക്ക് അയ്യപ്പൻ്റെ പൂപ്പാട്ട്, മാളോരെ പാടിയുറക്കും മണികണ്ഠത്താരാട്ട്. ഇത് ജ്യോതി എന്ന ആൽബത്തിലെ ശ്രീ രമേശൻ നായർ അദ്ദേഹത്തിൻ്റെ വരികൾക്ക് ശ്രീ കെ എം ഉദയൻ സംഗീതം നൽകിയ ഗാനമാണ്.